ഈ രാജ്യത്തെ ജനങ്ങൾ ഇത്രയധികം വിശ്വസിക്കുന്ന, വിശ്വാസമർപ്പിച്ചിട്ടുള്ള ഒരു പ്രധാനമന്ത്രിയും സ്വതന്ത്ര ഭാരതത്തിൽ കണ്ടിട്ടില്ല. ആ നരേന്ദ്രമോദിയെ വീണ്ടും പ്രധാനമന്ത്രിയാക്കാൻ രാജ്യത്തെ ജനങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് പോകുന്ന തെരഞ്ഞെടുപ്പാണിത്. അതോടൊപ്പം തന്നെ 400+ സീറ്റാണ് ഭാരതീയ ജനതാ പാർട്ടി പ്രതീക്ഷിക്കുന്നത്. ആ 400+ൽ ഒന്നാവാനാണ് കോഴിക്കോട്ടും NDA മത്സരിക്കുന്നത്. അത് തീർച്ചയായിട്ടും കോഴിക്കോട്ട് നിന്ന് ഒരു താമര വിരിയും എന്ന് തന്നെയാണ് പ്രതീക്ഷിച്ച് മുന്നോട്ട് പോകുന്നത്. കാരണം മറ്റൊന്നുമല്ല, ഇവിടെ രണ്ട് മുന്നണികളും സൂചിപ്പിച്ച വികസനത്തിൻ്റെ കാര്യം തന്നെയാണ്. ഇന്ന് കോഴിക്കോട് ചർച്ച ചെയ്യുന്ന എല്ലാ വികസന കാര്യത്തിലും നരേന്ദ്രമോദി സർക്കാരിൻ്റെ കയ്യൊപ്പുണ്ട്. ഇവിടെ നിലവിലുള്ള MP വാതോരാതെ പറയുന്ന റെയിൽവേ വികസനം, ആ റെയിൽവേ വികസനം നരേന്ദ്രമോദി സർക്കാരിൻ്റെ തനത് പദ്ധതിയായിട്ടുള്ള ABSS പദ്ധതി പ്രകാരമാണ്. അമൃത് ഭാരത് സ്റ്റേഷൻ സ്കീമിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് 486 കോടി രൂപയുടെ വലിയ വികസനം കോഴിക്കോട്ടേക്ക് വരാൻ വേണ്ടി പോകുന്നത്. അത് പറയുന്ന സമയത്ത് മുൻകാലത്ത് വേറെ ശുപാർശയുണ്ടായിരുന്നു, അതിൻ്റെ പിന്നിൽ ഞാനായിരുന്നു എന്നൊക്കെ MK രാഘവൻ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നരേന്ദ്രമോദി സർക്കാരിൻ്റെ തനതായ പദ്ധതി എന്ന് പറയാൻ കാരണം. 2013 ഇതേ റെയിൽവേ സ്റ്റേഷൻ്റെ മുമ്പിൽ വലിയ സമരം നടത്തിയിട്ടുള്ള ആളാണ് മറുഭാഗത്തുള്ള സ്ഥാനാർത്ഥി എളമരം കരീം. അത് BOT വ്യവസ്ഥയിലുള്ളൊരു പദ്ധതിയായിരുന്നു. അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് 20 റെയിൽവേ സ്റ്റേഷനുകൾ വികസിപ്പിക്കാൻ വേണ്ടി കോഴിക്കോടിനെ തിരഞ്ഞെടുത്തപ്പോൾ എളമരം കരീമിൻ്റെ നേതൃത്വത്തിലാണ് അതിനെ തുരങ്കം വെച്ചുകൊണ്ടന്ന് സമരം നടത്തിയത്. അത് പരിഹരിക്കാൻ പോലും MK രാഘവന് സാധിച്ചിരുന്നില്ല. എന്ന് പറഞ്ഞാൽ ആ പദ്ധതിയൊന്നുമല്ല ഇത്. ABSS സ്കീം എന്ന് പറഞ്ഞാൽ നരേന്ദ്രമോദി സർക്കാരിൻ്റെ തനതായിട്ടുള്ളൊരു പദ്ധതിയാണ്. അതിലേക്ക് ഇത്രയും വലിയ തുക ഉൾപ്പെടുത്തി കോഴിക്കോട്ടുകാർക്ക് വികസനം സാധ്യമാവുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ 196 കോടി രൂപയുടെ PMSSY പദ്ധതി സാധ്യമാക്കി. രാമനാട്ടുകര മുതൽ വെങ്ങളം വരെയും വെങ്ങളം മുതൽ അഴിയൂർ വരെയും അവിടെ നിന്ന് അങ്ങോട്ട് മാഹി ബൈപ്പാസും യാഥാർത്ഥ്യമാക്കിയത് മോദി സർക്കാരിൻ്റെ കാലഘട്ടത്തിലാണ്. ഈ കോഴിക്കോട് തന്നെ നിരവധി വികസന പ്രവർത്തനങ്ങൾ. ഈ കോഴിക്കോട് നഗരം ചർച്ച ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതി അമൃത് പദ്ധതിയാണ്. ഇവിടുത്തെ അടിസ്ഥാന വികസന പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം കാണുന്നത് ഇപ്പോൾ അമൃത് പദ്ധതിയിലൂടെ. സീവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന് അമൃത് പദ്ധതിയിൽ ഏറ്റവും ആദ്യം, രാജ്യത്ത് തന്നെ ഏറ്റവും ആദ്യം സീവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് അനുവദിച്ചിട്ടുള്ളത് കോഴിക്കോട് നഗരത്തിനാണ്. പോയ വർഷം മാത്രം, ഞാൻ എണ്ണി പറയുന്നില്ല, പോയ വർഷം മാത്രം 432 കോടി രൂപയുടെ പദ്ധതിയാണ് അമൃത് പദ്ധതിയിലൂടെ ഈ നഗരത്തിന് നേടിയെടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്, ഈ നഗരത്തിന് വന്നിട്ടുള്ളത്. അതുകൊണ്ട് കോഴിക്കോട്ടെ വികസനത്തെക്കുറിച്ച് ഇന്ന് സംസാരിക്കുമ്പോൾ നരേന്ദ്രമോദി സർക്കാരിനോട് നന്ദി പറഞ്ഞുകൊണ്ട് മാത്രമേ ജനങ്ങൾക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കുള്ളൂ. ആ നന്ദി പ്രകടിപ്പിക്കാൻ കിട്ടുന്ന അവസരമാണ് ഈ തെരഞ്ഞെടുപ്പ്. ജനങ്ങളത് പ്രകടിപ്പിക്കുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം.